വിജയ് ഫാൻ ആണെങ്കിൽ പുള്ളിയുടെ ലാസ്റ്റ് ഡാൻസ് കാണാനായിട്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ചീഫ് മിനിസ്റ്റർ സി ജോസഫ് വിജയ് എന്ന് എഴുതി കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഉള്ളവന്ത പൗരടി അണ്ണനാര് തളപതി ആ സാധനം, അത് മതി നമ്മുടെ ഫാൻസിന് എൻജോയ് ചെയ്യാനുള്ള സാധനം. പിന്നെ എന്താ പറയുക, ഒരു ഫാൻസിന്, അതായത് വിജയ് ഫാൻസിന് വേണ്ടിയിട്ടാണ് വിജയ് പടം എടുക്കുന്നത്. വിജയന് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി വിജയനെ എങ്ങനെ കാണണം അതുപോലെ മാത്രമേ ഞാൻ സ്ക്രീനിൽ വരത്തുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് പുള്ളി. അപ്പൊ അതുപോലെ തന്നെയാണ് സിനിമ എടുത്തിരിക്കുന്നത്. ഫാൻ ആണെങ്കിൽ, വിജയ് ഫാൻ ആണെങ്കിൽ പുള്ളിയുടെ ലാസ്റ്റ് ഡാൻസ് കാണാനായിട്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക. അതായത് പുള്ളിയുടെ ഷോയാണ് സിനിമ, പുള്ളിയുടെ ഷോ മാത്രം, പുള്ളിയാണ് സിനിമയിൽ മൊത്തം. ഇപ്പം മെയിൻ വില്ലനായിട്ട് ബോബി ഡിയോൾ വരുന്നുണ്ട്, പ്രകാശ് രാജ് വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ അണ്ണനാണ് പടത്തിൽ മെയിൻ. കാര്യം ഈ പ്രായത്തിലും പുള്ളിയുടെ ഡാൻസും പുള്ളിയുടെ ആ ഫൈറ്റ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളി ഒരു വേറൊരു മനുഷ്യനാണ്. എല്ലാവരും അഭിനയിക്കാൻ അറിയത്തില്ല, അതല്ല ഇതല്ല, സെയിം കഥ സെയിം റോള്, മറ്റേ നാട്ടിൽ രക്ഷിക്കാൻ വരുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എല്ലാ പരാതികളും പറയുന്നുണ്ടല്ലോ. അണ്ണൻ സൈഡിൽ കൂടെ വന്ന് പടം ഹിറ്റാക്കി കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അതുപോലത്തെ തന്നെ സിനിമയാണ്. ഈ സിനിമ ഇറങ്ങാതിരുന്നതാണ് ഈ സിനിമയ്ക്കും ഈ വിജയ്ക്കും ഭയങ്കര ഹൈപ്പ് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഈ സിനിമ ഇറങ്ങിയിരുന്നെങ്കിലും ഒരു നോർമൽ വിജയ് സിനിമ പോലെ പോയേനെ, പക്ഷെ പുള്ളി രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു സിനിമ എന്ന രീതിയിൽ പോയേനെ. പക്ഷെ ഇവർ കിടന്ന് ബഹളം കാണിച്ച് ഇതിനെയൊക്കെ ബാൻ ചെയ്യാനും ഈ റിലീസ് തടഞ്ഞതൊക്കെയാണ് ഈ സിനിമയ്ക്ക് കിട്ടിയ ഭയങ്കര ഹൈപ്പ്. എച്ച് വിനോദാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എനിക്ക് പുള്ളിയോട് പേഴ്സണലി വലിയ താല്പര്യമില്ല. പുള്ളിയുടെ തീരൻ അധികാരം കൊണ്ടും പിന്നെ നമ്മുടെ ചതുരംഗ വേട്ടയും മാത്രമാണ് എനിക്കിഷ്ടം. ഈ നമ്മുടെ അജിത്തിനെ കൊണ്ടെടുത്തിരിക്കുന്ന 3 സിനിമകളും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ പ്രതീക്ഷകളും ഇല്ലായിരുന്നു. പിന്നെ വിജയ് ആസ് എ പൊളിറ്റീഷ്യൻ, പുള്ളിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പുള്ളിയുടെ ടി വിക്കെ കുറിച്ച്, പുള്ളിയുടെ കഥാപാത്രത്തിന്റെ ഷോർട്ട് ഫോം തന്നെ ടി വിക്ക് എന്നാണ്. പുള്ളിയുടെ ടി വിക്കിനെ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഒരു പക്ക പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ട സംസാരിക്കാനുള്ള സാധനങ്ങൾ ഒരു സ്ക്രിപ്റ്റിലേക്ക് കുത്തിക്കയറ്റി അതൊരു സിനിമയാക്കി സംഭവം വെച്ചിരിക്കുകയാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ ഫാൻസിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തി പുള്ളിക്ക് പറയാനുള്ള രാഷ്ട്രീയ കാര്യങ്ങളും പുള്ളി ചർച്ച ചെയ്യുന്ന ഒരു സിനിമ. ടിക്കറ്റ് കീറുന്നതിന്റെ കൂട്ടത്തിൽ ലോജിക്ക് കീറിക്കൊണ്ട് പൊക്കോണം. കാര്യം ഇത് ലോകത്തെങ്ങും നടക്കാത്ത ആണെന്നും ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നും നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും എവിടെയാണെന്ന് പറഞ്ഞാൽ ഈ പരിപാടികൾ നടക്കത്തില്ല എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ അതാണ് സിനിമ. അങ്ങനത്തെ സിനിമ കാണാൻ താല്പര്യമുള്ളവർ മാത്രം പോയാൽ മതി. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ വിജയുടെ സീൻസ് എല്ലാം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാര്യം പുള്ളിയുടെ ഡാൻസും ആ ഡാൻസിനിടയിൽ പുള്ളിയുടെ പഴയ കുറച്ച് പാട്ടുകളുടെ മ്യൂസിക്കുകൾ മിക്സ് ചെയ്ത് ഒരു ലാസ്റ്റ് ഒരു ചെറിയൊരു പീസ് ആൻഡ്രിത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സാധനം അടിപൊളിയായിരുന്നു. ആ സമയത്തുള്ള പുള്ളിയുടെ ഡാൻസ് പരിപാടികളും സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അവസാന സമയത്ത് മമിതാ ബൈജിനെ കുറച്ച് ഫൈറ്റ് പരിപാടികൾ കാര്യങ്ങൾ അടിപൊളിയായിരുന്നു. പിന്നെ പ്രകാശ് രാജും ബോബി ഡിയോളും ഒക്കെ ആസ് യൂഷ്വൽ പിടികൊള്ളാനും നടക്കുന്ന വില്ലൻ. പിന്നെ ഒരു അരിച്ചാക്ക് പൊട്ടിച്ച കണക്ക് ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇടിയും വെടിയും വെട്ടും കൊള്ളാൻ വേണ്ടിയിട്ട് ആളുകൾ കുറേ പേരുണ്ട്. എത്ര പേരുണ്ടെന്ന് എണ്ണാൻ പോലും പറഞ്ഞില്ല, അതിനും വേണ്ടി ആളുകളുണ്ട്. പേഴ്സണലി എനിക്ക് സിനിമ വിജയുടെ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഓവറോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. അവസാന സമയത്തൊക്കെ നന്നായിട്ട് ബുദ്ധിമുട്ടി. നമ്മുടെ മൈൻഡ് സിനിമയിൽ നിന്നൊക്കെ പുറത്തുപോയി. അതുകൊണ്ട് വിജയ് ഫാൻ ആണെങ്കിൽ വിജയുടെ ഷോ കാണാൻ താല്പര്യമുള്ളവർ മാത്രം പോവുക. പരാതി പറയാൻ താല്പര്യമുള്ളവർ പോയി കഴിഞ്ഞാൽ 1 പേജ് 2 പേജ് 3 പേജ് എഴുതാനുള്ള സാധനങ്ങൾ സിനിമയിലുണ്ട്. അപ്പൊ നിങ്ങളത് കണ്ടു നോക്കുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ പറ. അപ്പം ബൈ.